അടുത്ത ദിവസം നിയാൻ ബൈക്ക് മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. അവിടെ മെങ്ങും കാണും. താമസിയാതെ ഹീറയും എത്തുകയാണ്. ഹീറയെ കണ്ടതും ആകെ വെപ്രാളം പിടിച്ച് ഇരിക്കുന്നത് നിയാനാണെന്ന് ഹീറയ്ക്ക് ഒറ്റനോട്ടത്തിൽ തന്നെ കണ്ടപ്പോൾ മനസ്സിലായി. കാരണം ഹീറോ മത്സരത്തിൽ വരില്ല എന്നല്ലേ പറഞ്ഞത്. ഹീറയെ കണ്ടപ്പോൾ അവളൊന്ന് ഞെട്ടി. ഹീറോ ഹലോ പറയാൻ വന്ന് അവൾക്കൊപ്പം ഇരുന്നോട്ടെന്ന് ചോദിക്കുമ്പോൾ നിയാന് അത് നിരസിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഹീറോ തന്നെ തിരിച്ചറിയുമെന്ന് പേടിച്ചവൾ ഒരു ഒഴിവ് കഴിഞ്ഞ് പറഞ്ഞ് അവിടുന്ന് പോയി. അങ്ങനെ പോകുമ്പോഴായിരിക്കും ബൈക്ക് വെച്ച ഭാഗത്ത് രണ്ടുപേര് ഹീറോയുടെ ബൈക്കിൽ ഹീറോ ജയിക്കാതിരിക്കാനായിട്ട് എന്തോ പണി ഒപ്പിക്കുന്നത് ഇവൾ കാണുകയും തെളിവിനായിട്ട് റെക്കോർഡ് ചെയ്തു. ഇത് ചെങ്ങാഴ്ച ആളുകളാകും എന്നവൾക്ക് മനസ്സിലായി. അങ്ങനെ മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. ഹീറോ ബൈക്കിൽ കയറിയപ്പോൾ നിയാൻ വന്ന് അവളുടെ ബൈക്ക് ഓടിച്ചാൽ മതി, ഹീറോയുടെ ബൈക്ക് അവൾ ഓടിച്ചു കൊള്ളാം. വാഹനങ്ങളോടുള്ള അവളുടെ അറിവ് ഹീറയേക്കാൾ കൂടുതലാണ്. അവരൊരു നീക്കം നടത്തിയെങ്കിലും അപകട സാധ്യത ഒഴിവാക്കാനായിട്ട് അവൾക്ക് സാധിക്കും. ഹീറോയുടെ സ്വപ്നസുന്ദരി ആയതിനാൽ അവൻ മാറിക്കൊടുത്തു. മത്സരം ആരംഭിക്കുകയാണ്. ഹീറോയുടെ ബൈക്കിന് ഒരു കുഴപ്പമില്ല. എന്നാൽ കുഴപ്പമുള്ളത് നിയാൻ്റെ ബൈക്കിനാകും. നിയാൻ്റെ ബൈക്കിൻ്റെ കൺട്രോൾ തെറ്റി ആക്സിഡൻ്റ് ആവുകയാണ്. നിയാൻ വന്ന് എഴുന്നേൽപ്പിക്കാൻ നോക്കുമ്പോൾ പെട്ടെന്നാകും അവൻ അവളുടെ മാസ്ക് മാറ്റി. അത് നിയാൻ എന്ന് അറിയാവുന്ന ഉടനെ നീ തന്നെയാണോ ഇത് ചെയ്തതെന്ന് പറയുമ്പോൾ തൽക്കാലത്തേക്ക് അവനോട് ബോധമില്ലാതെ അഭിനയിക്കാനായിട്ട് പറയുന്നു. അപ്പോഴേക്കും മെങ്ങ് ഇത് കണ്ട് ഓടിയെത്തി ഹീറോയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം നീയാണെന്ന് പറഞ്ഞ് നിയാനെ കുറ്റപ്പെടുത്തി. അപ്പോഴേക്കും ചെങ്ങും മത്സരം നടത്തുന്ന കമ്മിറ്റിയും എത്തി ആംബുലൻസിനെ വിളിക്കാനായി പറയുന്നു. എന്നാൽ നിയാൻ പറയുന്നുണ്ട് ആരോ ഹീറോയെ മനഃപൂർവ്വം കൊല്ലാൻ ശ്രമിച്ചതിനാൽ അവൾ അന്വേഷിക്കാനായിട്ട് പറഞ്ഞ് ആ രണ്ടുപേരുടെ ഫോട്ടോ കാണിച്ചു. ചെങ്ങ് അന്വേഷണം വേണ്ടെന്ന് പറയുമെങ്കിലും അപ്പോഴേക്ക് ടൂർണമെൻറ്റ് പ്രസിഡന്റ് അന്വേഷണം നടത്താനായിട്ട് തീരുമാനിക്കുകയാണ്. ശേഷം ഹീറോയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. ഗാർഡ്സിനെ പറഞ്ഞയച്ച് ഹീറോ അവളെ കെട്ടിപ്പിടിക്കുകയാണ്. നിനക്കെല്ലാം അറിയാമായിരുന്നിട്ടും എന്നിട്ട് നീ അറിയാത്ത പോലെയാണ് ഇതിനെ അഭിനയിച്ചത്. എന്തിനാണ് നീ ബൈക്കുകൾ മാറ്റി നൽകിയത്? ഞാൻ മരിക്കുമെന്ന് പേടിയിട്ടില്ലേ? അപ്പോൾ അതിനർത്ഥം നിനക്കെന്നെ ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ? പക്ഷെ അവളൊന്നും മിണ്ടിയില്ല. അപ്പോൾ നീ മുത്തശ്ശനോട് എന്നെ സ്നേഹിക്കുന്ന കാര്യം കള്ളം പറഞ്ഞതാണോ? വർഷങ്ങളായി ഹീറോ അവളെ അന്വേഷിക്കുന്നുണ്ടെന്ന് അവൾക്കറിയില്ലായിരുന്നു. അവനവളെ ഇഷ്ടമുണ്ടെന്ന് പറയാൻ പോയതും ഞാൻ ഇപ്പോൾ അവന് ഒന്നും പറയുന്നതിൽ നിന്നും തടയുകയാണ്. അപ്പോഴേക്ക് ടൂർണമെൻറ്റ് പ്രസിഡന്റ് വന്ന് റിപ്പോർട്ട് നൽകി. അവരയച്ചത് ചെങ്ങാണെന്നും ചെങ്ങ് കൃത്യം നടത്താൻ വേണ്ടി അവരുടെ അക്കൗണ്ടിലേക്ക് 10 മില്യൺ കൊടുത്തതായിട്ട് റിപ്പോർട്ട് കാണിച്ചു. ഇവിടെ മുത്തശ്ശൻ ഓൺലൈൻ വഴി വാർത്ത കണ്ടുടനെ ചെങ്ങിനെ വിളിച്ചു വരുത്തി. എങ്ങനെയാണ് ഇത്ര ക്രൂരനാകാൻ കഴിയുന്നത് എന്ന് ചോദിച്ച് അവരോട് ദേഷ്യപ്പെട്ടു. സത്യത്തിൽ മുത്തശ്ശൻ എപ്പോഴും ഹീറോയോട് മാത്രമായിരുന്നു സ്നേഹം. അതിനാലാണ് ചെങ്ങ് അവനോട് ഇത്രയും ദേഷ്യം കൂടാനുള്ള കാരണം. അപ്പോഴേക്കും ഹീറോ എത്തി. അവനാണ് ചെയ്തതിനുള്ള തെളിവായിട്ടെത്തി. ഇത് കൂടി കേട്ടതും മുത്തശ്ശൻ്റെ ആരോഗ്യം വഷളായി. സ്വന്തം സഹോദരനെ കൊല്ലാൻ ശ്രമിച്ചെന്ന് എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. മുത്തശ്ശൻ ചെങ്ങിനോട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറയുന്നു. അപ്പോൾ ചെങ്ങ് എനിക്ക് മാത്രമല്ല പ്രശ്നം, ഇവൾക്കും ഈ കുടുംബത്തോട് പക ഉണ്ടെന്ന് പറയുന്നു. ഇത് കേട്ടതും ഹീറോ അവളോട് മുകളിലേക്ക് പോകാനായി പറഞ്ഞ് അവൾ സ്ലോങ് കുടുംബത്തിലെ ഒരു അംഗമാണെന്നാണ് കേട്ടത്. സ്ലോങ് കുടുംബം എങ്ങനെയാണ് പാപ്പരായതെന്ന് അറിയില്ല. എന്നാൽ ഇതുവരെയുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പാപ്പരത്വം സ്ലോങ് കുടുംബത്തിലെ ഒരാൾ നമ്മുടെ നിയൻ കുടുംബം ശരിക്കും ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് കേട്ടതും പെട്ടെന്ന് മുത്തശ്ശന് വയ്യാതാവുകയാണ്. ഇതെല്ലാം അവൾ മറിഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ടായി. അന്ന് രാത്രി അവൾ ഇതൊക്കെ ഓർത്ത് കരകിയാക്കും. അപ്പോൾ ഹീറോ എത്തി അവളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറയുന്നു. അന്നേരം അവൾക്ക് അവിടുന്ന് പോകണം എന്നാണ് പറയുക. എന്നാൽ അവൻ അവളെ വിടാൻ തന്നെ താല്പര്യമില്ല. കാരണം അവൾ ഹീറോ അന്വേഷിച്ചിരുന്ന ഒരാളാണ് എന്നറിഞ്ഞ പിന്നെ ഹീറോയ്ക്ക് അവളെ സ്വന്തമാക്കണം എന്നുണ്ടായി. എന്നാൽ അവൾക്ക് എന്തോ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഹീറോയെ കിസ് ചെയ്യാൻ പിടിച്ചിട്ട് അവൻ്റെ കഴുത്തിലോട്ട് തട്ടുകൊടുത്ത് ബോധം കെടുത്തുകയാണ്. അവൾ നേരെ സ്ലോങ് കുടുംബത്തെക്കുറിച്ച് ഫയലെല്ലാം നോക്കാനായിരിക്കും പോയത്. സ്ലോങ് കുടുംബത്തിൻ്റെ പാപ്പരത്തിന് നീൽ കുടുംബമായി ബന്ധമുണ്ടെന്ന് സാമുൽ കണ്ടെത്തിയ കാര്യം മുത്തശ്ശനോട് ഹീറോ പറയുന്നത് കേട്ടല്ലോ. ഇനി ഒരു ദുരന്തം വരുന്നത് വരെ അവളെ കൊണ്ട് കാത്തിരിക്കാനാവില്ല. അവൾക്ക് വേണ്ട ഫയലുമായി പോകുമ്പോൾ അവിടെ ഹീറോ എത്തുന്നു. നീ എന്തിനാണ് ഇവിടെ വന്നെന്ന് എന്ന് ചോദിക്കുമ്പോൾ എന്തോ എടുക്കാൻ മറന്നു പോയി അതാണ്. പക്ഷെ അവൾ ഇപ്പോഴും കള്ളം പറയുകയാണ് എന്നാണ് ഹീറോയ്ക്ക് നല്ലോണം അറിയാം. സത്യം പറ, ആരാണ് നീ? ഓർഫനാണോ അതോ സ്ലോങ് ഫാമിലിയിലെ മകളാണോ എന്ന് പറഞ്ഞ് അവിടെ അടുത്തേക്ക് വന്ന് ആ ഫയൽ വാങ്ങാൻ നോക്കുമ്പോൾ അവൾ അത് കൊടുക്കുന്നില്ല. ഹീറോ അവൾ നിന്ന് അത് വാങ്ങാൻ നോക്കിയതും ഇവൾ രക്ഷപ്പെടാനായി ഹാനെ വിളിച്ചു. പക്ഷേ ഹാനെ ഹീറോയുടെ ആൾക്കാർ ഇതിനകം തന്നെ പിടികൂടി കഴിഞ്ഞു. ഇവളും ഓടാൻ നോക്കിയതും ഹീറോ തടയുകയാണ്. അപ്പോഴേക്കും ആ ഫയൽ താഴെ വീഴുകയാണ്. ആ ഫയൽ കണ്ട ചിങ്ങ് ഇത് അവളുടെ കയ്യിലുണ്ടായ ഫയൽ 10 വർഷം മുമ്പേ പാപ്പരായ സ്ലോങ് കുടുംബത്തെക്കുറിച്ചുള്ളതാണ്. അന്നേരമാണ് ഹാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്. ഇവൾ സ്ലോങ് കുടുംബത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സഹായിക്കണമെന്ന് ഹീറോയോട് നിരന്തരം ആവശ്യപ്പെട്ടതിൽ അതിശയിക്കാനില്ല. അപ്പോൾ സ്ലോങ് കുടുംബത്തിലെ യോനി സ്ലോങ് ഇവളാണല്ലേ? ഹീറോ ചോദിക്കുന്നുണ്ട്.
നിങ്ങളുടെ സ്ലോങ് കുടുംബത്തെ നശിപ്പിക്കുന്നതിന് നീൽ കുടുംബം ഉത്തരവാദിയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? 10 വർഷം മുമ്പ് സ്ലോങ് കുടുംബവും നീൽ കുടുംബവും തമ്മിൽ ഒരു സഹകരണമുണ്ടായിരുന്നു. എന്നാൽ പദ്ധതി പൂർത്തിയാക്കുന്നതിനു മുമ്പ് സ്ലോങ് കുടുംബം പാപ്പരായി കഴിഞ്ഞിരുന്നു. ഈ പദ്ധതി കാരണം നീൽ കുടുംബത്തിന് കോടിക്കണക്കിന് ഡോളറാണ് നഷ്ടമായത്. അപ്പോൾ അവൾ പറയുന്നത് നീൽ കുടുംബത്തിന് സ്ലോങ് കുടുംബത്തിനും നഷ്ടം സംഭവിച്ചെങ്കിൽ അപ്പോൾ പ്രയോജനം ലഭിച്ചത് ലിയോണിൻ്റെ കുടുംബത്തിന് മാത്രമാണ്. പക്ഷെ നിങ്ങളുടെ സ്വന്തം ഗ്രൂപ്പിൻ്റെ താല്പര്യങ്ങൾക്ക് കോട്ടം വരുത്താൻ നിങ്ങളുടെ നീൽ കുടുംബത്തിന് ആരാണ് കൂടുതൽ ഇഷ്ടപ്പെടുക? അപ്പോൾ ഹീറോ എൻ്റെ കൂടെ വരാനായി പറഞ്ഞ് നേരെ ഇവർ അവളുടെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് പോയി. അവളെ അവർ പിന്തുടർന്ന ദിവസം മുത്തശ്ശൻ യാദൃച്ഛികമായിട്ടാണ് അതുവഴി കടന്നു പോയപ്പോൾ ആ കുറ്റവാളികൾ ചുമതലയുള്ള വ്യക്തിയെ വിളിക്കുന്നത് കേട്ടത്. മിസ്റ്റർ നീലിനെയാണ്. അത് കേട്ട എല്ലാവരും ഷോക്കായി. അവരുടെ ഫാമിലിയിലെ ഒരാളായിരുന്നു. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, അക്കാര്യം സമഗ്രമായി അന്വേഷിച്ച് സ്ലോങ് കുടുംബത്തിന് നീതി നേടിക്കൊടുക്കുകയും തന്നെ ചെയ്യും. ആ നേതാവ് ഹീറോയുടെ ഫാമിലിയിൽ നിന്നൊരാളായതിനാൽ പിന്നെ എങ്ങനെ നിങ്ങളെ വിശ്വസിക്കും എന്നാകും അവൾ പറയുക. എന്നിരുന്നാലും ഹീറോ അത് നീൽ ഫാമിലിയിൽ ഉള്ളത് കൊണ്ടതിനാൽ എന്താണ് എക്സാക്ട്ലി നടന്ന സത്യം കൊണ്ടുവരാനുള്ള ബാധ്യത ഹീറോയ്ക്കുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള അവളുടെ മുത്തശ്ശൻ റിയൽ മുത്തശ്ശൻ അല്ലെങ്കിൽ പോലും മുത്തശ്ശൻ്റെ പ്രിയപ്പെട്ട പേരക്കുട്ടി തന്നെയാണ് നിയാൻ. അവൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല. അവളെ പിന്തുണയ്ക്കാൻ മുത്തശ്ശൻ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകി. ഇവിടെ ഇവരുടെ പ്ലാനെല്ലാം കുളമാൻ്റെ ദേഷ്യത്തിലാകും ഇവർ. എന്നിരുന്നാലും ഹീറോ ആരാധിക്കുന്ന ആ സ്വപ്നസുന്ദരി നീയാണെന്നാരും ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്ത് തന്നെയായാലും മെങ്ങിന് നീൽ ഫാമിലി കയറിയേ പറ്റൂ. അച്ഛനോട് ഹെൽപ്പ് ചോദിക്കുമ്പോൾ അച്ഛൻ നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, നീൽ ഫാമിലിയിലെ സാമുവലിനെ നിന്നെ തന്നെ കെട്ടുമെന്ന് ഉറപ്പു നൽകി. എന്നാൽ എല്ലാം അവസാനിച്ചിട്ടില്ല എന്നാകും ചെന്ന് പറയുന്നത്. സോ അവർ എന്തോ ഒന്ന് പ്ലാൻ ഇടുകയാണ്. ഇന്നലെ രാത്രി ഇവൾ ഒരുപാട് കുടിച്ചത് കൊണ്ട് തന്നെ ഹീറോയ്ക്കൊപ്പം ആകും കിടന്നത്. നിയാന് ബോധം വരുമ്പോഴാണ് എല്ലാം തന്നെ ഓർമ്മ വന്നത്. ശേഷം അവർ ഓഫീസിൽ പോകാൻ നേരത്ത് നിയാൻ ഹീറോയിൽ നിന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നു. അത് മനസ്സിലാക്കിയ ഹീറോ, എന്തിനാണ് നീ എന്നിൽ നിന്ന് ഇത്രയും അകലം പാലിക്കുന്നത്? ഇന്നലെ രാത്രി ഇതൊന്നും കണ്ടില്ലല്ലോ. അപ്പോഴാണ് ഹീറോയ്ക്ക് കോൾ വരുന്നത്. അവരുടെ കമ്പനി ചില പ്രശ്നങ്ങളുണ്ടത്രേ. സാമുവലിന് മനസ്സിലാവുകയും വേഗം കാർ എടുക്കാനായിട്ട് പറയുന്നു. ഇവിടെ ചെങ്ങ് നീൽ കുടുംബം വിട്ട് ഒറ്റയ്ക്ക് സമരം ചെയ്യുകയും നീൽ കുടുംബത്തിലെ ഒട്ടുമിക്ക ജീവനക്കാരെ പുറത്താക്കി. അതുവഴി നീൽ കുടുംബത്തിന് അപ്രതീക്ഷിത നഷ്ടങ്ങൾ ഉണ്ടാക്കി വരുത്തി. നീൽ കുടുംബത്തിനെതിരെ മനഃപൂർവ്വം പ്രതികാരം ചെയ്യുകയാണോ എന്നൊക്കെ പറഞ്ഞ് മീഡിയക്കാർ വളയുമ്പോൾ ചെങ്ങ് പറയുന്നത്, നീൽ കുടുംബത്തിൻ്റെ സ്വത്തുക്കൾക്ക് എന്നെ കൊണ്ട് ഒരു കാര്യമില്ലെന്ന് മുത്തശ്ശൻ ചെറുപ്പം മുതലേ എന്നോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് നീൽ കുടുംബത്തെ ഉപേക്ഷിച്ച് സ്വന്തമായി ഒരു കമ്പനി ആരംഭിക്കുകയാണ്. ചെങ്ങിങ്ങനെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചത് കമ്പനിയുടെ പ്രശസ്തി മാത്രമല്ല, ഒറ്റ രാത്രി കൊണ്ട് തന്നെ കോടിക്കണക്കിന് ഡോളറാണ് നഷ്ടപ്പെട്ടത്. ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്കിവിടെ നിന്നാണ് ഇത്രയും വലിയ നിക്ഷേപം ലഭിക്കുക എന്ന് കൺഫ്യൂഷനായിട്ട് ഇവിടെ ഇവർ നിൽക്കുമ്പോൾ നീയാൻ, ക്ഷമിക്കണം, ഞാൻ ഇത്തിരി ഒന്ന് വൈകിപ്പോയി, ബാങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന്. ഹീറോയുടെ കമ്പനി രക്ഷിക്കാൻ അവൾ ചെറുപ്പം മുതൽ സൂക്ഷിച്ചു വെച്ചിരുന്ന അലവൻസും നൂറുകണക്കിന് ദശലക്ഷ കാശുമായിട്ടാണ് വന്നത്. പിന്നെ മുത്തശ്ശൻ കൊടുത്ത കാർഡുമുണ്ട്. പണം എത്ര വേണമെങ്കിലും എടുക്കാം. നീൽ കുടുംബത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ ഇത് മതിയാകുമോ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശന് നീയാൻ്റെ ലുക്ക് ഭാവമൊക്കെ കണ്ടിട്ട് അവളങ്ങ് മനസ്സിലാകുന്നതില്ല. ഇത് ഏത് കൊച്ചാടാ? നമ്മുടെ അവസ്ഥ ഇവൾക്ക് എങ്ങനെ മനസ്സിലായി? ഹീറെങ്ങാനും വേറെ രീതിയിൽ പെണ്ണുങ്ങളെ പേടിച്ച് ചോദിക്കുമ്പോൾ ചിങ്ങ്, അയ്യോ മുത്തശ്ശ, ഇത് മറ്റാരുമല്ല, നമ്മുടെ നീയാനാണ്. അവിടെ ലുക്ക് കണ്ടപ്പോൾ മുത്തശ്ശന് വിശ്വസിക്കാനേ പറ്റില്ല. സോ അതൊന്നും പറയാൻ സമയമില്ല. ആദ്യം നമുക്ക് പണി തുടങ്ങണം. അവർ അത്രയും ക്യാഷ് കൊടുത്തതു തന്നെ പൂർണ്ണമായി സ്ലോങ് കുടുംബത്തിൻ്റെ പാപ്പരത്തിന് പിന്നാലെ സത്യം അന്വേഷിക്കാൻ എന്നെ സഹായിക്കുമെന്ന് ഹീറോ ഉറപ്പ് നൽകിയത് കൊണ്ടാണ്. ഇത് കേട്ട ഹീറോ ചിരിച്ചു നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവനൊരു കാര്യം ഓർമ്മ വരുന്നത്. അവളുടെ അച്ഛൻ്റെ അക്കൗണ്ടിൽ അസാധാരണമായ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തതായി കണ്ടെത്തി. അന്ന് നീൽ സ്ലോങ് കുടുംബങ്ങൾ സഹകരണം അവസാനിച്ച ശേഷം അവളുടെ അച്ഛൻ്റെ അക്കൗണ്ട് അടിച്ചു പൂട്ടുകയാണ് ചെയ്തത്. സ്ലോങ് കുടുംബം ഉപേക്ഷിച്ച് പോയ കാര്യങ്ങൾ എന്തെങ്കിലും ക്ലൂ കിട്ടുമെന്ന് പറഞ്ഞ് അവളുടെ വീട്ടിലേക്ക് നോക്കാനായി പോയി. അതിനിടയിൽ അവളൊരു ബുക്ക് ഒളിപ്പിക്കുന്നു. ഹീറോ, നീ എന്തുനാ ഒളിപ്പിക്കുന്നെന്ന് സംശയത്തോടെ നോക്കുമ്പോൾ അത് അവളുടെ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ വരച്ച കുറച്ച് ചിത്രങ്ങളാക്കും. അപ്പോൾ അവൾക്ക് ഒരു റെക്കോർഡിംഗ് പേന കിട്ടുകയാണ്. അതിനിടയിൽ അത് ഓൺ ചെയ്തപ്പോൾ അവളുടെ അച്ഛനോട്, മിസ്സസ് ലോങ്, നിങ്ങളുടെ ഭാര്യയും കുട്ടിയും നിങ്ങൾക്കൊപ്പം മരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പണം കൈമാറുക തന്നെ ചെയ്യണം. എല്ലാത്തിനുപരി എൻ്റെ പിന്നിൽ ആരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നോക്കുമ്പോൾ അത് ചെറിയ കൊച്ചാകും അവരെ ഭീഷണിപ്പെടുത്തുന്നത്. പണം തരില്ല, കൊല്ലുമെന്നായപ്പോൾ അവളുടെ അച്ഛൻ ചോദിച്ച ക്യാഷ് അങ്ങ് കൊടുത്തു.
അവർ പോയതിന് പിന്നാലെ അച്ഛനാകും ആ പെണ്ണിൽ ഈ റെക്കോർഡ് ആക്കിയത്. മകൾ വരച്ച ചിത്രത്തിന് പിന്നിൽ ഇത് ഒളിപ്പിച്ച ചെക്ക്. മകൾ എന്തായാലും ഇതിന് പ്രതികാരം ചെയ്യാനായിട്ട് തിരിച്ചു വരും എന്ന പ്രതീക്ഷയിലായിരുന്നു അങ്ങനെ ചെയ്തത്. അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിയാനെ ആരോ കാറ് ഇടിക്കാനായിട്ട് വരുന്നു. കൃത്യസമയത്ത് ഹീറോ അവിടെ ഉള്ളതിനോട് തന്നെ അവൾ രക്ഷപ്പെടുത്തുകയാണ്. അന്നേരം കാറിൽ നിന്ന് രണ്ടുപേരും ഇറങ്ങി 2 ജീവിതങ്ങൾക്ക് ഇനി 20 മില്യൺ ആണെന്ന് പറഞ്ഞ് അവരെ അടിക്കാനായി വരുമ്പോൾ അപ്പോൾ ഹീറോ, നീ അത് കൈകാര്യം ചെയ്യണോ അത് ഞാൻ കൈകാര്യം ചെയ്യണോ? നീല് ഇപ്പോൾ ഹീല് ധരിച്ചതുകൊണ്ട് തന്നെ അത് അവൾക്ക് നശിപ്പിക്കാൻ പറ്റില്ല. സോ ആ ജോലി ഹീറോയ്ക്ക് കൊടുക്കുകയാണ്. ഹീറോ നിഷ്പ്രയാസം അവരെ അടിച്ചോടിച്ച് ആരാണ് അയച്ചെന്ന് ചോദിക്കുകയാണ്. എന്നാൽ ആ സമയത്ത് തന്നെ തെളിവുകൾ മറയ്ക്കാനായിട്ട് സ്ലോങ് കുടുംബത്തിന്റെ വലിയ ദുരൂഹമായ ഒരു തീപിടുത്തം ഉണ്ടായത്രേ. ഇങ്ങ് കൃത്യസമയത്ത് പോയത് കൊണ്ട് തന്നെ തീ അണയ്ക്കാൻ പറ്റി. എന്നിരുന്നാലും കുറ്റവാളി കുറച്ച് കുറിപ്പ് വെച്ചിട്ടുണ്ടായത്രേ. അതൊരു വാചകമായിരിക്കും. അപ്പോൾ ഹീറോയ്ക്ക് ഒരു കോൾ വരുന്നു. ഫിലിപ്സ്, അതായത് മെങ്ങിൻ്റെ അച്ഛൻ, നാളെ രാത്രി ഒരു ലേലം സംഘടിപ്പിക്കാൻ വെക്കുന്നുണ്ട്. അതിൽ ചെങ്ങും ഉണ്ടാകുമത്രേ. വസ്തുക്കൾ സ്ലോങ് കുടുംബത്തിൻ്റെ അന്നത്തെ ആസ്തികളാണ് ലേലത്തിൽ വിൽക്കുന്നത്. അതിനാൽ അവിടെ പോകാനായിട്ട് പറയുകയാണ്. അങ്ങനെ ലേലം പരിപാടി ആരംഭിക്കുകയാണ്. ആദ്യത്തെ ലേലത്തിൽ വെച്ചത് $300 മില്യൺ വില മതിക്കുന്ന ഒരു കപ്പലാണ്. എല്ലാവരും അത് ഓരോത്തായിട്ട് ലേലം വിളിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും 500 മില്യൺ ലേലം വിളിച്ച് നിയാനും ഹീറയും അവിടെ എത്തുകയാണ്. മെങ്ങ് ഹീറയെ കണ്ടതും അവനെ ഒറ്റയ്ക്ക് മാറ്റാൻ വിളിക്കുമ്പോൾ നിയാൻ ഒട്ടും സമ്മതിച്ചില്ല. അത് പറയാൻ നീ ആരാണെന്ന് പറഞ്ഞ് മെങ്ങ് ഹീറയെ വിളിക്കുമ്പോൾ ഹീറയും പറയുന്നത് അവളെൻ്റെ ഫിയാൻസിയാണെന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോഴാണ് ചെങ് അവരോടൊരു കാര്യം പറയുന്നത്. അവളാണ് സ്ലോങ് കുടുംബത്തിലെ കാണാതായ മകൾ യോണി സ്ലോങ് ആണെന്ന്. പക്ഷെ അവൾ മരിച്ചു പോയത് എന്നാണല്ലോ എല്ലാവരും കരുതിയത്. എന്നിരുന്നാലും സ്ലോങ് കുടുംബം വളരെ കാലമായി തകർന്നു. ഇനിയൊന്നും തേടിക്കാൻ ഒരു മാർഗമില്ല എന്നൊരാശ്വാസത്തിലാണ് അവളുടെ അച്ഛൻ. ഇപ്പോൾ ആ കപ്പലിന് 500 മില്യൺ ലേലം വിളിച്ചതിനാൽ പിന്നെ ആരും വിളിക്കുന്നില്ല. അപ്പോൾ ഹീറയും അനിയൻ ചെങ്ങും എതിരായി മത്സരിക്കുന്നത് കാണുമ്പോൾ മറ്റുള്ളവർ അവൻ എന്താ ചേട്ടനെ സപ്പോർട്ട് ചെയ്യാതെ ശത്രുവിനെ പോലെ ആണല്ലോ, ഇനി അവരുടെ സ്വന്തം അനിയനല്ലേ എന്നൊക്കെ പറയുമ്പോൾ ദേഷ്യം കയറി ചെങ്ങ് 900 മില്യൺ ലേലം വിളിച്ചു. ഇവരും വിട്ടുകൊടുക്കുമോ? 1 ബില്യൺ ആകും ലേലം വിളിച്ചത്. പക്ഷെ ആ കപ്പൽ അവർക്ക് കിട്ടാതിരിക്കാനായിട്ട് സിസ്റ്റത്തിലെ ഒരു തകരാർ കാരണം ഈ ലേലം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നെന്ന് പറഞ്ഞ് പിന്നീട് നടക്കുമെന്ന് പറയുന്നു. അപ്പോൾ നിയൻ കളിയാക്കി, നിങ്ങൾക്ക് സിസ്റ്റത്തെ നേരത്തെ തന്നെ ശരിയാക്കിക്കൂടെ? അത് ശരിയാക്കാണ്ടാണ് ലേലം ഇത്ര വരെ എത്തിച്ചത്. അപ്പോൾ അവർ ചോദിക്കുന്നത്, ശരിയാക്കില്ലെങ്കിൽ ഇപ്പോൾ ഇത് ഇത്രയും ക്യാഷ് തരാൻ നിന്റെ കയ്യിലുണ്ടോ? നിയാനും, ആ കപ്പൽ എനിക്കെൻ്റെ അച്ഛൻ, അതായത് സ്ലോങ് എൻ്റെ അച്ഛനാണ്. എൻ്റെ അച്ഛൻ പിറന്നാളിന് സമ്മാനമായിട്ട് തന്ന കപ്പലാണ്. സ്ലോങ് കുടുംബത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയ മകൾ യോണിയാണെന്ന് പറഞ്ഞ് അവൾ ആ കപ്പലിൻ്റെ പേപ്പേഴ്സ് എല്ലാം കാണിച്ചു. അവളും സ്ലോങ് കുടുംബത്തിൻ്റെ മകളായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ ഈ രേഖ ഹാജരാക്കാൻ കഴിയും. മാത്രമല്ല ഈ കപ്പൽ അവളുടെ പിതാവിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. പ്രമാണത്തിൽ അവളുടെ പിതാവിൻ്റെ പേരും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് അവളുടെ കുടുംബം നീൽ ഫാമിലിയുമായി സഹകരിച്ചപ്പോൾ പാപ്പറായതല്ലേ. ആ സാഹചര്യത്തിൽ ഈ കപ്പൽ എനിക്ക് പണയപ്പെടുത്തിയതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഹീറോ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ നീൽ ഗ്രൂപ്പുമായി സഹകരിക്കാൻ ആഗ്രഹിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ അവരുടെ പാരമ്പര്യ രീതി അനുസരിച്ചാണ് ഈ നിലയിലാണ് എത്തിയെന്ന് നിങ്ങൾ പറഞ്ഞത്. അയാൾക്ക് പിന്നെ ഒന്നും മിണ്ടാൻ തന്നെ പറ്റിയില്ല. നീൻ സ്ലോങ് ഗ്രൂപ്പ് പാപ്പരാകുന്നതിന് മുമ്പുള്ള സാമ്പത്തിക പ്രസ്താവനയും ബാലൻസ് ഷീറ്റും 1 മില്യൺ പോലും കാണിക്കുന്നില്ല. നിങ്ങൾ അത് വാങ്ങാൻ കൃത്യമായി എന്താണ് ഉപയോഗിച്ചത്? കാണിച്ചതുപോലെ അയാളെല്ലാം കീറിക്കളഞ്ഞു. അപ്പോൾ നിയൻ ഒരു വോയിസ് റെക്കോർഡും കൂടി കേൾപ്പിക്കുകയാണ്. അയാൾ എങ്ങനെയാണ് ഇത്രയും നിലയിൽ എത്തിയെന്നുള്ളത്. അവിടെ വന്ന ഗസ്റ്റിനോട് മാതാപിതാക്കൾ മരിച്ച ശേഷം ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ സ്വത്തുക്കളും ഇയാൾ പിടിച്ചെടുത്തുകയാണ്. ഈ കപ്പലും ലേലത്തിന് വെക്കാൻ പോകുന്ന കോടിക്കണക്കിന് ഡോളർ വില മതിക്കുന്ന ശേഖരണ വസ്തുക്കളും എല്ലാം സ്ലോങ് കുടുംബത്തിൻ്റെതാണ്. സത്യങ്ങൾ അറിഞ്ഞതോടെ അവർ ഹീറോയുടെ സഹായം ചോദിക്കുമ്പോൾ ആ വോയിസ് റെക്കോർഡിൽ നീൽ കുടുംബത്തെക്കുറിച്ച് പരാമർശിച്ചതിനാൽ ഹീറോയ്ക്ക് നല്ല ദേഷ്യം കാണും. അപ്പോഴേക്ക് നിയാൻ അവരെ അടിക്കാൻ വന്നവരെ കൊണ്ടുവരുമ്പോൾ അവർ സഹായം ചോദിച്ചത് ആരോടാണെന്ന് പറയുമ്പോൾ അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇയാളെ ആയിരിക്കും. അപ്പോഴേക്കും അവിടെ അവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തി. ഇവർ അവരെ സഹായിക്കാൻ ഹീറോയോട് ചോദിക്കുമ്പോൾ അവർ കാരണം നീൽ കുടുംബത്തിന്റെ പ്രശസ്തിയാണ് പോയത്. സോ ലൈൻ ഗ്രൂപ്പിലുള്ള എല്ലാ സഹകരണം നിർത്തി. അവർ പോകുന്നതിന് മുന്നേ നിയൻ അവിടെ കഴുത്തിലുണ്ടായ ആ മാലയും കൂടി അങ്ങ് എടുക്കുകയാണ്. ആ മാല അവരുടേതാണ്. എന്നാൽ ഇത്രയും നടന്നപ്പോൾ ഒരാൾ മിസ്സാണ് എന്ന് പോലീസ് പറയുന്നു. അത് മറ്റാരുമല്ല, ചെങ്ങാകും. ചെങ്ങ് ഇതിനകം തന്നെ എല്ലാ സ്വത്തുക്കളും വിദേശത്തേക്ക് മാറ്റി രാജ്യം വിടാൻ നോക്കുമ്പോൾ ഹാനും ചിങ്ങും അവന്റെ കാറ് ബ്ലോക്ക് ചെയ്ത് പിടികൂടി. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം നിയൻ അവിടെ പാരന്റ്സിനെ കാണാൻ പോയി. സ്ലോങ് കുടുംബത്തെ പാപ്പരാക്കിയതിന് ഉത്തരവാദിയായ കുറ്റവാളിയെ ഒടുവിൽ കണ്ടെത്തിയെന്നു അവരവരുടെ പാരന്റ്സിന് മുന്നിൽ മുട്ടുകുത്തിച്ചു.
അന്നേരം മെങ്ങ് നിയാനെ കൊല്ലാൻ വന്നെങ്കിലും ഹീറോ അത് തടയുകയാണ്. ശേഷം ഹീറോ ഇപ്പോൾ സത്യം പുറത്തു വന്നു. സ്ലോങ് കുടുംബത്തിന് സ്വത്തുക്കളും ഇപ്പോൾ കൈകൾ തിരിച്ചെത്തി. ഇനി നമ്മുടെ ബന്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സമയമില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൾ ബൈക്കിലേക്ക് നൽകി എന്നെ ഒന്ന് പിടിക്കാനായിട്ടൊന്ന് ശ്രമിക്കുന്നു പറഞ്ഞ് അവർ രണ്ടൊരു ബൈക്ക് എടുത്ത് പോവുകയാണ്. ഇതോടെ ഈ ഡ്രാമ അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.